ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 മെയ് 12 മുതൽ 18 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ആദ്യത്തെ ചോദ്യം, പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവൻ ട്രസ്റ്റിന്റെ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചതാർക്ക്? വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. ഉത്തരം തുളസീവനം ആർ രാമചന്ദ്രൻ നായർ. 2022 പ്രഥമ വൈഷ്ണവ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. 2023 രണ്ടാമത്തെ വൈഷ്ണവ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ. 1,11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കുടുംബശ്രീ ദിനം എന്നാണ്? കുടുംബശ്രീ ദിനം മെയ് 17. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല മലപ്പുറമാണ്. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ജില്ല ആലപ്പുഴയാണ്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം? ഉത്തരം സുനിൽ ഛേത്രി. 2024 മെയ്യിൽ 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? 2024 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924 മെയ് 5 ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം 2024 എന്നാണ്. മഹാഗുരുവർഷം 2024. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ ഏതൊക്കെയാണ്? ഉത്തരം തുളസീദാസ് എഴുതിയ രാമചരിതമാനസ്, വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം, ആചാര്യ ആനന്ദവർദ്ധന എഴുതിയ സൗഹൃദലോകലോകന എന്നീ കൃതികളാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ സാഹിത്യ രചനകൾ. അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്? അന്താരാഷ്ട്ര നഴ്സസ് ദിനം മെയ് 12. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 എല്ലാ വർഷവും അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നു. 2024 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയമെന്താണ്? ഉത്തരം നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്നതാണ് 2024 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. അമേരിക്കയിലെയും കാനഡയിലെയും വനിതാ എഴുത്തുകാർക്കു നൽകുന്ന കരോൾ ഷീൽഡ് പ്രൈസ് 2024 ലഭിച്ചതാർക്ക്? ഉത്തരം VV ഗണേശാനന്ദൻ. ശ്രീലങ്കൻ വംശജയായ അമേരിക്കൻ എഴുത്തുകാരിയാണ് VV ഗണേശാനന്ദൻ. ബ്രദർലെസ് നൈറ്റ്സ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം റോട്ടർഡാം. നെതർലാൻഡിലെ റോട്ടർഡാം എന്ന സ്ഥലത്താണ് 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടി നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് 29 തവണ കീഴടക്കിയ നേപ്പാളി പർവ്വതാരോഹകൻ? ഉത്തരം കാമി റിത ഷെർപ്പ. എവറസ്റ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്ന കാമി റിത ഷെർപ്പ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വിദേശി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ബ്രിട്ടീഷുകാരൻ? ഉത്തരം കെൻഡൻ കൂൾ. 18 തവണയാണ് കെൻഡൻ കൂൾ എവറസ്റ്റ് കീഴടക്കിയത്. IGLA-S വ്യോമ പ്രതിരോധ സംവിധാനം ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്? IGLA-S വ്യോമ പ്രതിരോധ സംവിധാനം ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്? ഉത്തരം റഷ്യ. ഇറാനിലെ ചമ്പഹാർ തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പ് ചുമതല 2024 10 വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50ാം വാർഷികം ആചരിക്കപ്പെടുന്നത് എന്നാണ്? ഉത്തരം 2024 മെയ് 18.
രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് 1974 മെയ് 18-ന് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേര്? ഉത്തരം സ്മാർട്ട് പി ഡി എസ്. ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായ വ്യക്തി? ഉത്തരം അനീഷ് ശേഖർ. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരക്കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസത്തിന്റെ പേര്? അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരക്കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസത്തിന്റെ പേര്? ഉത്തരം കൊറോണൽ മാസ് ഇജക്ഷൻ. ഇന്ത്യ അടുത്തിടെ സൈനിക ശക്തി പിൻവലിച്ച രാജ്യം ഏത്? ഇന്ത്യ അടുത്തിടെ സൈനിക ശക്തി പിൻവലിച്ചത് ഏതു രാജ്യത്തു നിന്നാണ്? ഉത്തരം മാലിദ്വീപ്. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്തോനേഷ്യ. 2024-ൽ 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം? 2024-ൽ 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 1999-ലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ 85-ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആര്? ശ്യാം നിഖിൽ. തമിഴ്നാട് സ്വദേശിയായ ശ്യാം നിഖിലാണ് ഇന്ത്യയുടെ 85-ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏത്? ഉത്തരം നാസ. പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഫ്ലോട്ട്. 2024 മെയ്യിൽ അന്തരിച്ച കാനഡയുടെ ചെക്കോവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാഹിത്യകാരി ആര്? ഉത്തരം ആലീസ് മൺറോ. 2024 മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയടിച്ച ചുഴലിക്കാറ്റിന് നൽകിയ പേര്? ഉത്തരം ഹിദായ. അറബി ഭാഷയിൽ മാർഗനിർദ്ദേശം എന്നും സ്വാഹിലി ഭാഷയിൽ സമ്മാനം എന്നുമാണ് ഹിദായ എന്ന പദത്തിന്റെ അർത്ഥം. സ്വാഹിലി എന്നത് ആഫ്രിക്കയിലെ ഇന്ത്യൻ സമുദ്രതീര രാജ്യങ്ങളിൽ സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷയാണ്. അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യത്തിനു നൽകിയ പേര്? ഉത്തരം എംബ്ലിക്ക ചക്രബർത്തിയ. നെല്ലിവർഗത്തിൽപ്പെട്ട ചെടികളിൽ ഗവേഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ തപസ് ചക്രവർത്തിയോടുള്ള ആദരസൂചകമായിട്ടാണ് എംബ്ലിക്ക ചക്രബർത്തിയ എന്ന പേര് നൽകിയിരിക്കുന്നത്. സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യ ഏതു രാജ്യത്തെ പിന്തള്ളിയാണ് 3-ാം സ്ഥാനത്ത് എത്തിയത്? ഉത്തരം ജപ്പാൻ. സൗരോർജ ഉൽപാദനത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. 2-ാം സ്ഥാനത്ത് അമേരിക്ക. നിലവിൽ 3-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ജപ്പാൻ 4-ാം സ്ഥാനത്ത്. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം എന്നാണ്? അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം? ഉത്തരം മെയ് 12. കാപ്പ ചുമത്തിയവരെയും പിടിയിട്ട പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ ആഗ്. ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം മണിക ബത്ര. 24-ാം സ്ഥാനത്താണ് മണിക ബത്ര. 2023-ലെ 47-ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആട്ടം. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്ത ആനന്ദ് ഏകർഷി. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ബിജു മേനോൻ, വിജയരാഘവൻ. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ശിവദ, ഷെറിൻ ശിഹാബ് എന്നിവരാണ്. സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ഉത്തരം കപിൽ സിബൽ. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. നെഗ്ലറിയ ഫുലേറി എന്ന അമീബയാണ് രോഗത്തിന് കാരണമാവുന്നത്. 2023-ലെ ഏവിയേഷൻ മേഖലയിലെ
പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം? ഉത്തരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ച തുരങ്കമേത്? ഉത്തരം സെലാ ടണൽ. അരുണാചൽ പ്രദേശിലാണ് സെലാ ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഡിമെൻഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്താൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഓർമ്മത്തോണി. 2024 മെയ്യിൽ ഗൂഗിളിന്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിനായി അവതരിപ്പിച്ച AI അസിസ്റ്റന്റിന് നൽകിയ പേര്? ഉത്തരം അസ്ത്ര. ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ 2024 വേദി എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ദേശീയ ഡെങ്കിപ്പനി ദിനം എന്നാണ്? ഉത്തരം മെയ് 16. 2024 ദേശീയ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നതാണ് 2024 ദേശീയ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം. തിരുവനന്തപുരം ആസ്ഥാനമായ സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കായുള്ള കേരള പോലീസിന്റെ ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടിയുടെ പേര്? ഉത്തരം ചിരി. 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിറ്റ്സർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമമേത്? ഉത്തരം ന്യൂയോർക്ക് ടൈംസ്. 2024 ഭൂമിക്കരികിലൂടെ കടന്നുപോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹത്തിനു നൽകിയ പേര്? ഉത്തരം 2024 JB2. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. 2023 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയായത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ജേതാക്കൾ സ്പെയിൻ. അന്താരാഷ്ട്ര കുടുംബ ദിനം എന്നാണ്? അന്താരാഷ്ട്ര കുടുംബ ദിനം മെയ് 15. 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന്റെ പ്രമേയം. രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ IPL മത്സരങ്ങളിൽ നയിച്ച താരം എന്ന റെക്കോർഡ് നേടിയ മലയാളി ക്രിക്കറ്റ് താരം? ഉത്തരം സഞ്ജു സാംസൺ. ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വ്യക്തികളെ കണ്ടെത്താനായി പോലീസ് പുറത്തിറക്കുന്ന നോട്ടീസ്? ഉത്തരം ബ്ലൂ കോർണർ നോട്ടീസ്. 2024 മെയ്യിൽ മെഴുകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം? ഉത്തരം ജർമ്മനി. 2024 ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയതാര്? ഉത്തരം നീരജ് ചോപ്ര. 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാര്? ഉത്തരം KP രാമനുണ്ണി. ഹൈന്ദവം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 25,000 രൂപയും പ്രശംസപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച പുതിയ വ്യോമസേന മിസൈലിന്റെ പേര്? ക്രിസ്റ്റൽ മേസ് 2. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആര്? ഉത്തരം വർഗീസ് കോശി. 2024 മെയ്യിൽ അന്തരിച്ച വിരുബല രാഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം സാമൂഹ്യ പ്രവർത്തനം. അസമിൽ ദുർമന്ത്രവാദ നിരോധന നിയമം നടപ്പിലാക്കുന്നതിൽ വിരുബല രാഭ മുഖ്യ പങ്കുവഹിച്ചിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെ പോരാടാൻ 2012 അവർ മിഷൻ വിരുബല എന്ന സന്നദ്ധ സംഘടനയ്ക്ക് രൂപം നൽകി. വനിതകളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ താരം? ഉത്തരം KM ദീക്ഷ. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസമായ ശക്തിയുടെ 7ാം പതിപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം മേഘാലയ.
ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി താരമാര്? ഉത്തരം ഹേമചന്ദ്രൻ എം നായർ. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യമേത്? ഉത്തരം ചൈന.